ഏതാണ്ട് 60ഓളം സിനിമകളിൽ പോലീസ് വേഷങ്ങൾ തന്നെ അവതരിപ്പിച്ച് പോലീസിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്രിപ്റ്റിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ 308, 305, 105 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാമോ? അല്ല, ഈ എന്താണ് ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുണ്ടാ സൗരഭ്യം എന്ന് പറയുന്ന പോലെ കുറേയൊക്കെ ഇത്രയൊക്കെ 10-60 വേഷമൊക്കെ ചെയ്തപ്പോൾ ശകലമൊക്കെ പോലീസ് ബുദ്ധി ഉണ്ടായിട്ടുണ്ട്. ഈ വകുപ്പ് മാറ്റി എഴുതണം എന്ന് അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ചരിത്രമുണ്ടോ? ഈ വകുപ്പൊക്കെ നോൺസെൻസ് ആണ്. വകുപ്പ് മാറ്റി എഴുതണമെന്ന് പറഞ്ഞ ചരിത്രം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതേ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കാര്യം ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു ചാനലില് ഇങ്ങനെ ഒരു ടോക്ക് ഷോയ്ക്കകത്ത് പങ്കെടുത്തപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്ന ചോദ്യത്തിനകത്ത് ഞാൻ പറഞ്ഞു, അതായത് ഈ കുറ്റകൃത്യം ഉണ്ടായത് സിനിമയിൽ കുറ്റകൃത്യം ഉണ്ടാകുന്നത് ഈ എന്താണ് കുറ്റവാളികൾക്ക് പ്രചോദനമാകുന്നു ഈ സിനിമയിലെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണയാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ല, കാര്യം ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് 1860 ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് കാലം മുമ്പാണ്. 1860 ഇന്ത്യയിൽ സിനിമ ഉണ്ടായിട്ട് 100 വർഷം, ഇപ്പൊ 100ാം വർഷം ആഘോഷിച്ചു സിനിമ. അപ്പോൾ 1860 ഇന്ത്യൻ പീനൽ കോഡുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് വരുന്നതിന് മുമ്പേ കുറ്റങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടായത്. അപ്പോൾ സിനിമയാണ് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ശരിക്കും കുറ്റകൃത്യങ്ങളാണ് സിനിമയ്ക്ക് പ്രചോദനം. അങ്ങനെയുള്ള ഇത്രയും പടങ്ങൾ. അപ്പോൾ ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, 304A എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതായത് 304 ആണോ 304A ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ 304 എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിലുണ്ടാകുന്ന അപകട മരണങ്ങൾ ഈ വകുപ്പിലാണ് പെടുന്നത്. 304 ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അങ്ങനെ അല്ലാതെ ഒരൊറ്റ കേസേ ഉണ്ടായിട്ടുള്ളൂ, കണിച്ചുകുളങ്ങര, ഈ മനഃപൂർവ്വമായ നരഹത്യ. അപ്പോൾ ഈ വകുപ്പിൻ്റെ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ ഇന്നുണ്ടാകുന്ന ബൈക്ക് ആക്സിഡൻറ്റുകളിൽ ഒരു 60% കൊലപാതകങ്ങളാണ്. ഈ വകുപ്പ് പ്രകാരം അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയായി മാറുകയാണ്. അപ്പം അതെന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, 1860 ഈ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാകുമ്പോൾ അന്ന് വാഹനങ്ങളായിട്ടുണ്ടായിരുന്നത് കാളവണ്ടി, ഉന്തുവണ്ടി, അങ്ങനെയുള്ള വണ്ടികളാണ്. ആ സമയത്ത് ഈ കാളവണ്ടി കൊണ്ടുവന്ന ഒരാളെ ഇടിച്ച് അയാൾ മരിക്കുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പം അന്നേരം ഈ നിയമത്തിന് അന്ന് അത് മതിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് എന്താണ് പോർഷെ, പിന്നെ മറ്റെന്താണ് ജാഗ്വാർ, ഇങ്ങനെയൊക്കെ 300-400 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന വണ്ടികളാണ്. അത് വന്നൊന്ന് അതിലൂടെ അടുത്തൂടെ പോയാൽ മതി, തട്ടിപ്പോകും. അപ്പൊ അത് കാറ്റ് മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നിയമത്തിന്റെ ശിക്ഷ ഇത് പോരാ എന്ന് ഞാൻ പറഞ്ഞു. എന്തോ ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാന്ന് തോന്നുന്നു ഈ വകുപ്പിന് ശിക്ഷ കൂട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് തന്നെ ഞാൻ പറയണം. 510 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. ഈ 510 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം ഞാൻ അജിയുടെ വീട്ടിൽ വന്നിട്ട് അടിച്ച് ഫിറ്റായിട്ട് പച്ചയ്ക്ക് 10 പള്ളു പറയുന്നത് തെറി പറഞ്ഞ് അങ്ങനെ നിങ്ങൾ മാക്സിമം ഞാൻ ഇൻസൾട്ട് ചെയ്ത് ദ്രോഹിച്ച്, അടിപിടിയൊന്നുമല്ല, ചീത്ത പറയുമ്പോൾ എന്നെ ഞങ്ങൾ പരാതി കൊടുത്ത് പോലീസ് വന്ന് എന്നെ പിടിച്ച് പൊക്കിക്കൊണ്ടുപോയി കോടതിക്ക് ഹാജരാക്കി. എന്തായിരിക്കും എനിക്കുള്ള ശിക്ഷ? നല്ല ശിക്ഷ കിട്ടത്തില്ല. 10 രൂപ. 10 രൂപ. വെറും 10,000 അല്ല, 10 രൂപ ശിക്ഷ പിഴ അടച്ചാൽ എനിക്ക് ഇവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ ലോകത്ത് ആരെ വേണമെങ്കിലും ചീത്ത വിളിക്കാൻ വെറും 10 രൂപ വെച്ചാൽ മതി. ഭിക്ഷക്കാർക്ക് പോലും 10 രൂപ കൊടുത്താൽ എടുക്കുകയില്ല. ഞാൻ വേറെ സംശയം, ഞാൻ ചേട്ടനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഞാനും 10 രൂപ അടച്ചാൽ മതി. പരാതിയുണ്ട്, പോലീസ് വന്ന് 20 രൂപയുടെ കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് പറഞ്ഞാൽ, ഈ 1860 ഉണ്ടാക്കിയ പീനൽ കോഡ് പ്രകാരമാണ് ഈ 10 രൂപ ശിക്ഷ. ഇപ്പോൾ അത് മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ നിയമാധികാരികളും ഇങ്ങന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം.